ഭൂലോക വൈകുണ്ഠമെന്ന് അറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് നിങ്ങൾക്കറിയാമോ? സാക്ഷാൽ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്ന അതീവ വിശിഷ്ടമായ ഒരു വിഗ്രഹമാണിത്. മഹാവിഷ്ണു ഈ വിഗ്രഹം ബ്രഹ്മാവിനും പിന്നീട് സുതാപസ് എന്ന രാജാവിനും നൽകി. സുതാപസിന്റെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ അടുത്ത 4 ജന്മങ്ങളിൽ അദ്ദേഹത്തിന്റെ മകനായി അവതരിക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ കൃഷ്ണാവതാരത്തിൽ ഈ വിഗ്രഹം വാസുദേവനും ദേവകിക്കും പൂജിക്കുകയും പിന്നീട് അത് ശ്രീകൃഷ്ണന്റെ കൈവശം എത്തുകയും ചെയ്തു. ദ്വാരക കടലിൽ മുങ്ങുന്നതിന് മുൻപ് തന്റെ പ്രിയ ശിഷ്യനായ ഉദ്ധവനോട് ഈ വിഗ്രഹം സുരക്ഷിതമായി മാറ്റാൻ കൃഷ്ണൻ നിർദ്ദേശിച്ചു. ഉദ്ധവൻ ഇത് ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ ഒരിടം തേടി ബൃഹസ്പതിയും വായുദേവനും ആകാശമാർഗം യാത്ര തിരിച്ചു. അവർ കേരളത്തിലെ മനോഹരമായ ഒരു തടാകക്കരയിലെത്തി. അവിടെ വെച്ച് അവർ പരമശിവനെയും പാർവതി ദേവിയും ദർശിച്ചു. ഭഗവാൻ ശിവന്റെ അനുമതിയോടെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. ഗുരുവും വായും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാൽ ആ പുണ്യഭൂമിയെ ഗുരുവായൂർ എന്ന് അറിയപ്പെട്ടു. കലികാലത്ത് ഭക്തർക്ക് അഭയമേകുന്ന ഈ ക്ഷേത്രം ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമേകുന്നു.